ടി ജി, മാധ്യമ പ്രവർത്തനത്തിൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. നമുക്കെതിരെ വന്നിരിക്കുന്ന ആളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും പുലർത്തേണ്ട ഒരു മാന്യത. പിന്നെ നമ്മളോട് ചിലപ്പോൾ ഒരുപാട് സ്വകാര്യങ്ങൾ പറയാറുണ്ട്, ഓഫ് ദ റെക്കോർഡെന്ന് പറഞ്ഞിട്ട്. അതൊക്കെ അങ്ങനെ തന്നെ സൂക്ഷിക്കുക. ഇങ്ങനെ കുറേ മര്യാദകൾ പാലിക്കപ്പെട്ടിരുന്നു. പക്ഷേ അതൊന്നും ഇപ്പോൾ കാണുന്നില്ല. ഇന്നലെ ഒരു സംഭവം, ഡൽഹിയിൽ കേരള ഹൗസിൽ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ കണ്ടിട്ട്, മലയാളി മാധ്യമപ്രവർത്തകരെ കണ്ടിട്ട് മടങ്ങുമ്പോൾ മീഡിയ വൺ ചാനലിൻ്റെ റിപ്പോർട്ടർ തൗഫീഖ് അസ്ലാം അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്തുന്നത് പോലൊരു ആംഗ്യവും കോക്രിയും കാണിക്കുന്നു. ഇതൊക്കെ എന്തും മാധ്യമപ്രവർത്തനമാണ്? അല്ലാതെ ഇപ്പോൾ കൊച്ചു പിള്ളേരില്ലേ എന്ന്, അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ഈ ജേക്കബ് ജോർജ് അല്ലെങ്കിൽ ജോർജ് കള്ളിവയലിൽ, ജോണി ലൂക്കോസ്, മനോജ് കെ ദാസ്, ഇവരൊക്കെ പാലിക്കുന്ന മാന്യത ഈ പിള്ളേർ കാണിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. ഇവർക്കൊക്കെ എന്ത് പ്രായം, വേറെ ഒന്നുമില്ല എന്ന മാധ്യമത്തിൽ എന്ന് പറഞ്ഞിട്ട് ഒരു വടിയും കയ്യിൽ കൊടുത്തിട്ട് ഇറക്കി വിടുകയാണ്. അപ്പോൾ അയാൾ പോയിട്ട് ഇതുപോലത്തെ കോക്കറി കാണിക്കുക, ഇതൊക്കെ പിള്ളേർ സാധാരണ ചെയ്യുന്നതാണ്. ഒരാൾ നാം പോയി കഴിയുമ്പോഴത്തേക്ക് കാണിച്ചു തരാടാ പറഞ്ഞ്, കാരണം അത്രേ ആ പയ്യന് ചെയ്യാൻ കഴിയുള്ളൂ. അത് കവിഞ്ഞ് എന്ത് ചെയ്യാൻ? സുരേഷ് ഗോപി എന്ന അതിലേറെ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ചെയ്യുമായിരുന്നു അല്ലേ? ചെയ്യുകയും ചെയ്യും. ചെറുപ്പമല്ലേ, തീരെ ചെറുപ്പമല്ലേ. ഈ ആവേശ കമ്മിറ്റിക്കാർ അതൊക്കെ ചെയ്യും. സുരേഷ് ഗോപിയെ കയ്യേറ്റം ചെയ്തു എന്നൊക്കെ 4 വയസ്സ് നിൽക്കുകയല്ലേ ഒരു വടിയുമായിട്ട്. അല്ല, അങ്ങനെ ചെയ്യുകയല്ലല്ലോ മാധ്യമപ്രവർത്തകരുടെ ജോലി. അല്ല, അത് ജോലി അതല്ല. ഇൻ പ്രിൻസിപ്പിൾ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല, കാര്യമൊക്കെ ശരി. ബട്ട് അങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള മാധ്യമ പ്രവർത്തനമല്ല കുറഞ്ഞ വർഷം കേരളത്തിലെങ്കിലും നടക്കുന്നത്. ഉത്തരേന്ത്യയിൽ ഡിബേറ്റിൽ അടിവരെ നടക്കുന്ന ചാനലിൽ ഞാൻ കണ്ടിട്ടുണ്ട്. മെയിൻ ചാനലുകളൊന്നുമല്ല, ഹിന്ദി ചാനലൊരെണ്ണത്തിൽ ഒരു പാനലിസ്റ്റുകൾ തമ്മിൽ അടിയായി, ഫിസിക്കലി എണീറ്റ് അങ്ങ് അടിച്ചു. പക്ഷേ ആങ്കർ തടസ്സം നിന്നു, ആങ്കർക്കും കിട്ടി 2 എണ്ണം. ഇങ്ങനെയൊക്കെയാണ് അത് അവസാനിച്ചത്. അപ്പോൾ ആ സ്ഥലത്തേക്ക് മെല്ലെ കേരളം നടന്നെടുക്കുകയാണ്. നാളെ കയ്യേറ്റം ചെയ്യും, ഏതെങ്കിലും രാഷ്ട്രീയക്കാരനെ ഒരു കയ്യേറ്റം ചെയ്യും, അവർക്ക് ഇഷ്ടമില്ലാത്ത ആളിന്. ഏതായാലും ഞാൻ ഒരു കാര്യം ഒന്ന് വായിക്കട്ടെ. തൗഫീഖ് ഒരു മാപ്പപേക്ഷ ഇട്ടിട്ടുണ്ട്. അയാളാണോ അതെ, അയാളാണ്. അദ്ദേഹം പറയുന്നത്, കേന്ദ്ര ബജറ്റ് അവതരണം കഴിഞ്ഞപ്പോൾ ഡൽഹി കേരള ഹൗസിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിനായി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പോയിരുന്നു. കേരളത്തിൽ അതിൻ്റെ കഴമ ഏതെങ്കിലും പയ്യൻ എന്തെങ്കിലും എഴുതി വെച്ച് എന്നെ കേൾപ്പിക്കില്ല. അല്ല, അദ്ദേഹം അതിൻ്റെ ഇതെന്താ അത്രയേ ഉള്ളൂ. ബൈറ്റ് നൽകി പോയപ്പോൾ ഞാൻ തമാശയായി ഒരു ആംഗ്യം കാണിച്ചു. അത് മാധ്യമ പ്രവർത്തകൻ എന്നതിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരം പെരുമാറ്റം ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന് തിരിച്ചറിയുന്നു. എന്നാൽ എൻ്റെ സ്ഥാപനം ഇത് അംഗീകരിക്കുന്നതല്ല, അത്തരം പെരുമാറ്റമല്ല ഞാൻ ചെയ്തത്. പരിഹസിക്കാൻ ഞാൻ ഉദ്ദേശിച്ചില്ല. മന്ത്രിയോടൊന്നല്ല, ഒരാളോടും അങ്ങനെ പെരുമാറരുത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അടുത്ത ഏറ്റവും അവസാനം വായിക്കാം. കരുതിക്കൂട്ടി അല്ലെങ്കിൽ പോലും എൻ്റെ പെരുമാറ്റം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരിൽ രോഷവും വിഷമവും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു. സംഭവിച്ച പിഴവിൽ ക്ഷമ ചോദിക്കുന്നു. ആരോ എഴുതി കൊടുത്ത ആ പയ്യനങ്ങ് പോസ്റ്റ് ചെയ്തു. അല്ല, ക്ഷമ ചോദിച്ചു എന്ന് പറയുന്നതിൽ അവസാനിപ്പിക്കാം. ഇതൊക്കെ ഈ വളച്ചു കെട്ടിനുള്ള ഈ പറച്ചിലൊക്കെ, ഇതൊന്നും എഴുതാൻ ആ പയ്യന് അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ അത്ര ലെവലല്ലേ ഉള്ളൂ. ഞാനവൻ കുറ്റപ്പെടുത്തി പറയുകയല്ലോ, കൊച്ചു പയ്യനാണെന്ന്. ഞാൻ കണ്ടു ആ വിഷ്വല്. ഞാൻ ഒരു കൊച്ചു പയ്യൻ. അപ്പം അവന് മാനേജ്മെൻറ്റ് പറയുന്നു, വേടാ ഇത് വലിയ പ്രശ്നമായില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എഴുതി ചേട്ടാ, ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടോളാം. അപ്പം നീ അങ്ങ് എഴുതി. ഞാൻ എഴുതി, അത് അതിലും വലിയ കുഴപ്പമാകും. അപ്പോൾ ഈ സീനിയർ ആൾക്കാർ അവർ കണ്ണൂരിട്ട് മോശമായിപ്പോയി, ഒരു തവണ പറ്റിപ്പോയതാണ്. ശരി എഴുതോ, അയാൾക്കൊന്ന് എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ ഇനിയും എഴുതിയിട്ട് വേറെ കുഴപ്പമുണ്ടാകും. അപ്പോൾ ഈ വളച്ചു കെട്ടി പിടിച്ചൊക്കെ എൻ്റെ ഇത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇതൊക്കെ പറയുന്നത് അല്ല, പ്ലെയിനായിട്ട് പറയരുത്. ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ ചെയ്തത് തെറ്റാണ്, ആ തെറ്റ് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാനതുകൊണ്ട് എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു. ഈ 3 ലൈൻ മതി, ഈ വളച്ചു കെട്ടലിനൊന്നും ആവശ്യമൊന്നുമില്ല. അല്ല, ഒരു അനുബന്ധ കഥയുണ്ട്. ഇതിന് താഴെ എൻ്റെ സുഹൃത്തു കൂടിയായ മീഡിയ വണ്ട് ഡൽഹി ബ്യൂറോ ചീഫ് ധനസുമോദ് ഒരു കമൻ്റ് ഇട്ടു. അതായത്, ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ ഇത് മഹത്തായ മാതൃകയാണ് ക്ഷമ ചോദിച്ചത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണ്, സുരേഷ് ഗോപി മാധ്യമത്തിലെ ഒരു പെൺകുട്ടിയെ, മീഡിയ വണ്ണിലൊരു പെൺകുട്ടിയുടെ തോളത്ത് പിടിച്ചെന്നോ ഒക്കെ പറഞ്ഞ് വിവാദം ഉണ്ടായല്ലോ. അന്ന് സുരേഷ് ഗോപി ഉദ്ദേശിച്ചേയില്ല. നീ അങ്ങനെ ഉണ്ടായെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു സുരേഷ് ഗോപി അന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഇത് അവസാനിപ്പിക്കണമെങ്കിൽ അന്ന് അത് അവസാനിപ്പിച്ചുകൂടായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാം. ഞാൻ അന്നേ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു പരാതി കൊടുത്തത് ആ പെൺകുട്ടിക്ക് ദോഷമായിട്ട് വരും.
ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ പ്രായമുണ്ട് എനിക്ക്. ഞാൻ ഉള്ളിൽ തട്ടിയാണെന്ന് പറഞ്ഞത്. ഈ ദോഷം ഉണ്ടാവും, ഗുരുത്വ ദോഷം ഉണ്ടാകും. മര്യാദകേടാണ് ആ മനുഷ്യനോട് ആ പെൺകുട്ടി ചെയ്തത്. സമ്മർദ്ദത്തിന് വഴങ്ങി കൊടുത്ത ഒരു പരാതിയാണത്. അല്ലാതെ അവർക്ക് പരാതിയില്ല, ആ പെൺകുട്ടിക്ക് പരാതിയില്ല. അതുകൊണ്ടാണ് അതിൻ്റെ പ്രൊസീഡിങ്സും ഒന്നും നടക്കാത്തത്. നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വരുത്തി മൊഴിയെടുത്ത് മണ്ണാങ്കട്ട ചെയ്ത് ഇപ്പോൾ എവിടെ പോയി ആ കേസ്? ഇപ്പോൾ എവിടെ പോയി കേസ്? ഞാൻ പറയുന്നത്, ഒരു പെൺകുട്ടിയെ അപമാനിച്ചിട്ട് ഒരാൾ മാന്യനായിട്ട് MP-യും കൂടെ ആയിട്ട് ജയിച്ചിരുന്ന സ്ഥിതിക്ക് വിടാമോ അയാളിനെ? പിടിക്കണ്ടേ കോടതിയിൽ? നിങ്ങളുടെ സ്വാധീനം ഉപയോഗിക്കണ്ടേ? മാധ്യമത്തിൻ്റെ നിരന്തരം വാർത്ത കൊടുക്കണ്ടേ? ഓടിച്ചിട്ട് പിടിക്കണ്ടേ സുരേഷ് ഗോപിയെ? എന്താ ചെയ്യാത്തത്? ഞാനിപ്പോഴും ഒരിക്കൽ കൂടെ ആ സംഭവം എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ആ കുട്ടിക്ക് ഈ ഗുരുത്വദോഷം ഉണ്ടാകും. ഒരിക്കലും ഒരു പെൺകുട്ടി ചെയ്തുകൂടാത്ത പ്രവൃത്തിയാണ് ആ പെൺകുട്ടി ചെയ്തത്. അവളെ കൊണ്ട് ഇത് ചെയ്യിച്ചത് ആരാണെങ്കിൽ അയാൾക്കും ഉണ്ടാകും ഈ ദോഷം. ഇത് ഒരു കാർന്ന് ഒരു വയസ്സായി കഴിഞ്ഞപ്പോൾ വെറുതെ കിടന്ന് ചൂടാവുന്നതായിട്ട് വിചാരിക്കേണ്ട. ദിസ് വിൽ ഫോളോ യു ടിൽ യുവർ ഡെത്ത്. കർമ്മ എന്ന് പറയുന്നത് ഇറ്റ്സ് ഒരു യൂണിവേഴ്സൽ ലോയാണത്. ഇറ്റ് വിൽ ക്യാച്ചപ്പ്, ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ക്യാച്ചപ്പ്. ടേക്ക് ഇറ്റ് ഫ്രം മീ. ഈ വീഡിയോ കിടക്കുമല്ലോ, യൂട്യൂബുകാർ ഓഫ് ചെയ്യുന്നവരെ ഇത് കിടക്കുമല്ലോ. വർഷങ്ങൾ കഴിഞ്ഞാലും ആരെങ്കിലും ഇത് കാണും. കർമ്മത്തിൻ്റെ നിയമം അത് പ്രവർത്തിക്കും ഒരിക്കൽ. ആ പെൺകുട്ടിയും കൂടെ അറിയാനായിട്ടാണ് ഞാൻ പറയുന്നത്. ബട്ട് ഈ പയ്യൻ, ഇത് കൊച്ചു പയ്യൻ എന്തോ വിവരക്കേട് കാണുമ്പോൾ പോയി പണി നോക്കാൻ പറയും. മാധ്യമം ചെയ്യേണ്ടത് അവരുടെ ഒരു ഗതികേടാണ്. ഞാൻ കുറ്റം പറയുന്നു. എത്ര ചാനലുകളാണ് കേരളത്തിൽ? 9, 10, 12 ചാനൽ, എല്ലാം ന്യൂസ് ചാനലാണ്. ഇതിനൊക്കെ ഈ വടിയും പിടിച്ച് നടക്കാൻ ആളെ കിട്ടുന്നുണ്ട്. ഇവർക്കൊക്കെ എന്ത് ട്രെയിനിങ് കൊടുക്കുക, എന്ത് ചെയ്യാൻ? മിനിമം ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ട് നേരെ ഫീൽഡിലേക്ക് അങ്ങ് വിടുകയാണ്. അല്ലെങ്കിൽ അത് കവർ ചെയ്യാൻ പറ്റില്ല. അവിടെ പോയിട്ട് ഇവർക്കെല്ലാം സ്ഥിരം ഒരു ശൈലിയുണ്ട്. ആ ശൈലിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. എല്ലാ ചാനലിലും ഒരേ ശൈലിയിലാണ് സംസാരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, MV നികേഷ് കുമാർ എന്ന വലിയൊരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു, ഇന്ത്യ വിഷൻ. അദ്ദേഹമാണ് കേരളത്തിലെ ന്യൂസ് ചാനലുകളുടെ റെഫറൻസ്. ഞാൻ ദോഷമായിട്ട് പറയുകയില്ല, ഇവരുടെയൊക്കെ ഗുരു അദ്ദേഹമാണ്. അവിടെ നിന്ന് ഇറങ്ങി വന്നവരാണ് ബാക്കി ചാനലുകളിൽ ചേക്കേറിയത്. ആ ചേക്കേറിയവരുടെ ശിഷ്യന്മാരാണ്, അവരുടെ ശിഷ്യന്മാരും ഒക്കെയാണ് ഇപ്പോൾ ഈ പ്രവർത്തിക്കുന്നത്. എല്ലാവർക്കും ആ ശൈലി വിടാൻ പറ്റുന്നില്ല. നികേഷ് കുമാർ പറഞ്ഞു വെച്ചൊരു ശൈലി, അതിൽ നിന്ന് വ്യത്യസ്തമായൊരു ശൈലി ഒരു ആങ്കറിനും കേരളത്തിലില്ല. നികേഷ് കുമാർ ഈസ് ദ റെഫറൻസ്. നികേഷ് കുമാറിൻ്റെ ശൈലിയിൽ എന്തെല്ലാം ഭംഗിയുണ്ടോ അതെല്ലാവർക്കും ഉണ്ട്, എന്തെല്ലാം പോരായികളുണ്ടോ അതും എല്ലാവർക്കും ഉണ്ട്. എവരിബഡി വാസ് അറിഞ്ഞോ അറിയാതെയോ ട്രെയിൻ ചെയ്തത് നികേഷ് കുമാറാണ്. ചിലരൊക്കെ ഡയറക്റ്റ് അദ്ദേഹത്തിൻ്റെ കീഴിൽ, ചിലത് ഈ ഏകലവ്യനെ പോലെ ദൂരെ നിന്ന് മാറിപ്പോയി ഇങ്ങനെയൊക്കെ ചെയ്തതാണ്. അവസാനം ആ നികേഷ് കുമാർ മാധ്യമങ്ങളിൽ നിന്ന് തന്നെ മറഞ്ഞുപോയി ഇപ്പോൾ കുറച്ച് നാളായിട്ട്. ബട്ട് സ്റ്റിൽ അദ്ദേഹം ഇട്ടുവെച്ച ആ ബെഞ്ച് മാർക്ക് ഉണ്ടല്ലോ, അത് ക്രോസ് ചെയ്യാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ദെർഫോർ ആ ശൈലി ഇങ്ങനെ തുടരുന്നു. അതിൽ ഈ അൺസൂപ്പർവൈസ്ഡ് ആയിട്ടുള്ള ഇതുപോലത്തെ കൊച്ചു പിള്ളേരൊക്കെ കയറിയിട്ട് എന്തെങ്കിലും കോക്കറി കാണിക്കുന്നു. ടി ജി, ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ഞാൻ ഈ KUWJ എന്ന് പറയുന്ന കേരള പത്രപ്രവർത്തക യൂണിയൻ്റെ നേരത്തെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവുകളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ആക്റ്റീവ് മെമ്പർഷിപ്പ് ഉള്ള ആളാണ്. അപ്പോൾ ഈ പയ്യൻ തൗഫീഖ് അസ്ലവും ഡൽഹി പത്രപ്രവർത്തക KUWJ ഡൽഹി യൂണിറ്റിലെ മെമ്പറായിരിക്കണം. പക്ഷേ ഇതിനകത്ത് പത്രപ്രവർത്തക യൂണിയൻ ഒരു ട്രേഡ് യൂണിയനാണെന്ന് ഞങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഒരു വർക്ക് ആയി ബന്ധപ്പെട്ട് തൊഴിൽപരമായ ഒരു സദാചാരമുണ്ട്. ഇത് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പത്രപ്രവർത്തക ഇയാൾ തൊഴിൽപരമായ എന്ത് സദാചാരം? KUWJക്ക് കൊള്ള സംഘമല്ലേ നിങ്ങൾ? അങ്ങനെ സുല്ലി KUWJ മെമ്പറാണെങ്കിൽ KUWJയുടെ പ്രതിനിധിയായിട്ട് കുറച്ച് നേരം മനസ്സിൽ സങ്കല്പിക്കുക. ഞാൻ ചോദിക്കും, നിങ്ങൾ എത്ര കോടിയാണ് കേരള സർക്കാർ ഇന്ന് മേടിച്ചത്? 2.5 കോടി മേടിച്ചിട്ട് നിങ്ങൾ പ്രസ് ക്ലബ്ബ് നന്നാക്കാനാണ്, ലൈബ്രറി ഉണ്ടാക്കാനാണ്, എന്ത് തേങ്ങ ഉണ്ടാക്കി? നിങ്ങളുടെ പ്രസ് ക്ലബ്ബ്, ഇടുക്കി പ്രസ് ക്ലബ്ബിനല്ലേ ഇപ്പോൾ ജപ്തി നോട്ടീസും MP-യുടെ ഫണ്ടിൽ നിന്ന് കാശ് മേടിച്ച് ദുരുപയോഗം ചെയ്തു എന്നാണ്. MP ഫണ്ട് ഇതിനു വേണ്ടി KUWJക്ക് ഉപയോഗിക്കാനുള്ളതല്ല. KUWJ ദില്ലി ഘടകം, ഈ പറഞ്ഞ ധനസുമോദല്ലേ കമൻ്റ് അടിച്ചത്, അദ്ദേഹം അടക്കമുള്ള ദില്ലി പ്രസ് ക്ലബ്ബ് ഇന്ന് വരെ കണക്ക് കൊടുത്തിട്ടുണ്ടോ? ഇവരുടെ പേരിൽ അന്വേഷണം നടക്കുന്നില്ലേ? PRDയുടെ അന്വേഷണം നടന്നു, ധനകാര്യ വകുപ്പിൻ്റെ അന്വേഷണം നടന്നു, ധനകാര്യ ഇൻസ്പെക്ഷൻ വിങ്ങിൻ്റെ അന്വേഷണം നടന്നു. ഇനി പിണറായി വിജയൻ അടുത്തൊരു അന്വേഷണം പ്രഖ്യാപിക്കും.
ഈ അന്വേഷണം മൊത്തം ഇവരെ പേടിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ്. പരാതി കൊടുത്ത അന്വേഷണം നടക്കും. ഞാൻ പറയുന്നത് സിദ്ദിഖാപ്പിന് വേണ്ടിയിട്ട് ഹാജരായത് കേരളത്തിലെ ഡൽഹിയിലെ പ്രസ് ക്ലബ്ബുകാരായ മഹാന്മാരാണ് ഇല്ലേ? കപിൽ സിബലിനെ ഹാജരാക്കിയതാരാ? KUWJ ആണ്. സിദ്ദിഖാപ്പിന് വേണ്ടി കേസ് കൊടുത്തതാരാ? KUWJ ആണ്. നിങ്ങളുടെ നിയമാവലി വെച്ചിട്ട് സിദ്ദിഖാപ്പിന് നിങ്ങളുടെ മെമ്പറാവാൻ പറ്റില്ല. ഓൺലൈൻകാരെ നിങ്ങൾ മെമ്പറാക്കുമോ? ഷാജൻ സ്കറിയെ മെമ്പറാക്കുമോ? ആക്കില്ല. അങ്ങനെയല്ല. ബട്ട് സിദ്ദിഖാപ്പിനെ ആക്കും. അങ്ങനെയല്ല TG. ഇപ്പോൾ ഒരാളൊരു പത്രത്തിലുണ്ടായിരുന്നു, KUWJ വ്യവസ്ഥപ്രകാരം മെമ്പറായി. പിന്നീട് അയാൾ ഓൺലൈനിലേക്ക് പോയി ആ മെമ്പർഷിപ്പ് കണ്ടിന്യൂ ചെയ്യും. മെമ്പർഷിപ്പ് കണ്ടിന്യൂ ചെയ്യും. അയാൾ ഭാരവാഹിയായത് എപ്പോഴാണ്? ഭാരവാഹിയാകാം മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ. മെമ്പർഷിപ്പ് അപ്പോൾ ഒരു മെമ്പർഷിപ്പ് നേരത്തെ എടുത്തു വയ്ക്കണം. ഏതെങ്കിലും ഒരു വൃത്താന്തം എന്ന് പറഞ്ഞിട്ട് ഒരു ഉച്ചപത്രത്തിൽ ജേർണലിസ്റ്റ് എന്ന നിലയിൽ മെമ്പർഷിപ്പ് ആയിക്കോട്ടെ. മെമ്പർമാരുടെ ക്രിമിനൽ കേസ് ഫൈറ്റ് ചെയ്യുന്ന KUWJ ആണോ? അങ്ങനെയാണെങ്കിൽ KUWJയുടെ നേതാക്കന്മാർക്കെതിരെയുള്ള ക്രിമിനൽ കേസിൽ എന്ത് പരിപാടിയാണ് ചെയ്യുന്നത്? കോവളത്ത് ഒരു FIR കിടപ്പില്ലേ? കോവളത്ത് ഞാൻ പേരൊക്കെ പറയാത്തത് വെറുതെ ഇവരുമായിട്ട് തലകൂടാൻ വയ്യാഞ്ഞിട്ടാണ്. ഇവരാരും എന്നെ ഒരു ചുക്കും ചെയ്യാനല്ലേ പേര് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം FIR ഉള്ളത് തന്നെയാണ്. അതുകൂടാതെ ആലപ്പുഴയിലെ ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ട ഒരു സ്ത്രീയെ ഹരാസ് ചെയ്ത് KUWJ നേതാക്കന്മാരില്ലേ, ഒതുക്കി കളഞ്ഞില്ലേ ആ കേസ്? അല്ല, എനിക്കതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല. എനിക്ക് വിശദാംശങ്ങൾ അറിയാം. മെമ്പറാണ്. എനിക്ക് വിശദാംശങ്ങൾ അറിയാം. പറയിക്കരുത്. പക്ഷേ വേറെ കാര്യമുണ്ട്. ഇപ്പോൾ KUWJ എന്തോ സംസ്ഥാന ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന സമയമാണല്ലോ. നോക്കിക്കോ, മാക്സിമം മനോരമയെന്നുള്ള ആൾക്കാരാണ് ജയിച്ചു വരാൻ പോകുന്നത്. അവരെ പിടിച്ചാൽ നിർത്തിയിരിക്കുന്നത്. കാരണം സകല പ്രസ് ക്ലബ്ബും അതിൻ്റെ ജില്ലാ കമ്മിറ്റിയാണല്ലോ ഈ പ്രസ് ക്ലബ്ബ് എന്ന് പറയുന്നത്. KUWJയുടെ ജില്ലാ കമ്മിറ്റി ആപ്പീസാണ് പ്രസ് ക്ലബ്ബ് എന്നുള്ള ഓമനെ പേരിട്ട് നടത്തുന്നത് ഇല്ലേ? വെറുതെ പ്രസ് ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ക്ലബ്ബ്? തിരുവനന്തപുരത്ത് രണ്ടുണ്ട്. ഒന്ന് പ്രസ് ക്ലബ്ബും ഒന്ന് കേസരി പ്രസ് ക്ലബ്ബ്. ഇങ്ങനെ പലവിധ കലാപരിപാടികൾ നിങ്ങളുടെ കയ്യിലുണ്ട്. അത് കേസാകും, കേസിൽ പ്രതിയാകും എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പാവപ്പെട്ട മനോരമക്കാരനെ മുഴുവൻ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വെറുതെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. TG പറയുന്നത് വാദത്തിന് സമ്മതിക്കാം. ഒരു പരാതി കിട്ടി, അന്വേഷിക്കും, അന്വേഷണം നടക്കുന്നുണ്ട്. നടപടിയൊന്നും ആയിട്ടില്ലല്ലോ. നടപടി ആവില്ലല്ലോ. കാരണം ഈ നടപടി എടുക്കും എന്ന് പറഞ്ഞ് നിങ്ങളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുക തമ്പുരാൻ. പിന്നെ കോടതിയിൽ പോയിക്കൂടെ? ആർക്കെങ്കിലും കോടതിയിൽ പോയിട്ടുണ്ട്. കോടതിയിൽ കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്യാതെ നീട്ടിക്കൊണ്ടു പോവുക. സർക്കാരിൻ്റെ നടപടി പതുക്കെ കൊണ്ടുപോവുക. ജില്ലാ കളക്ടർ ജപ്തി നോട്ടീസ് ഇട്ട് കഴിഞ്ഞപ്പോൾ തമ്പാൻ തോമസ് ഓഫ് എവരിബഡി വലിയ സത്യസന്ധനും പുണ്യാളനുമാണ്. പിന്നെ വക്കീലിൻ്റെ ജോലിയും. തമ്പാൻ തോമസ് പോയിട്ട് സ്റ്റേ ഓർഡർ മേടിക്കുക. ഇതൊക്കെ ഞാൻ പറയുന്നത് ഡൂ ദിസ് ബട്ട് പബ്ലിക് ഇത് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ കളിക്കുന്ന കള്ളക്കളി. അതേസമയം സിദ്ദിഖാപ്പൻ്റെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളെല്ലാം കൂടെ ബാക്കി ഞാൻ പറഞ്ഞ ഈ ക്രിമിനൽ കേസിൽ ഒന്നും തന്നെ KUWJ സഹായിക്കാനോ പിടിക്കാനോ വന്നിട്ടില്ലല്ലോ. പക്ഷേ സിദ്ദിഖാപ്പൻ്റെ കേസിൽ നിങ്ങൾ കപിൽ സിബലിനെ ഇറക്കി. കാശ് കൊടുത്താണ് ഇറക്കിയത്, അല്ലാതെ കൊടുക്കാതെ പ്രോബോണോയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. കപിൽ സിബൽ വന്നു, കപിൽ സിബൽ ഫ്രീ ആയിട്ട് വന്നു എന്നൊക്കെ വാദിച്ചാൽ എനിക്കറിയില്ല സിദ്ദിഖാപ്പന് ഇത്രയധികം സ്വാധീനമുണ്ട്. കപിൽ സിബൽ ഇറങ്ങാനും മാത്രമുള്ള സ്വാധീനം ഫ്രീ ആയിട്ട് പ്രോബോണായിട്ട്. ഞാൻ ദേവസ്വം കേസിന് തെണ്ടി നടന്നിട്ടുണ്ട് ഹിന്ദു വക്കീലന്മാരുടെ അടുത്ത്. ഒരു മനുഷ്യനെ പ്രോബോണായിട്ട് കിട്ടില്ല. 1-2 പേര് സഹായിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. വന്നവർ ആ സഹായമൊക്കെ തന്നെയാണ് ഈ സംശയകരമായ സഹായം. UAPA കേസിൽപ്പെട്ട നിങ്ങളുടെ ഒരാളിനെ ജാമ്യത്തിലെടുക്കാനോ അതോ എന്താ പ്രൊഡ്യൂസ് ദ ബോഡി എന്ന് പറഞ്ഞിട്ട് ഉണ്ടല്ലോ, ഹേബിയസ് കോർപ്പസ് കൊടുക്കാൻ നിങ്ങളാണ് പോയത്. സുപ്രീം കോടതി നിങ്ങളോട് ചോദിച്ചു ഹൂ ആർ യു എന്ന് ചോദിച്ചാൽ ആരാധന എന്നല്ല അർത്ഥം. നിങ്ങൾക്ക് എന്താ ഇതിൽ കാര്യം? ലോക്കൽ സ്റ്റാൻഡിയാണ്. അവസാനം കേസ് മുന്നോട്ട് പോയില്ല. എന്തുകൊണ്ട് അലവാദഹിക്കൊടുവിൽ പോകുന്നില്ല എന്ന് ചോദിച്ചു. അതിനും മറുപടിയില്ല. കപിൽ സിബലിൻ്റെ സ്റ്റേച്ചർ കൊണ്ട് മാത്രം ജയിക്കാൻ നോക്കി, പറ്റിയില്ല. അവസാനം സിദ്ദിഖാപ്പൻ്റെ ഭാര്യ വന്ന് ഈ കേസിൽ കക്ഷി ചേർന്നിട്ട് എൻ്റെ ഭർത്താവാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ സുപ്രീം കോടതി കേസ് മാറ്റിവെച്ചു. ഇതിനിടയ്ക്ക് കപിൽ സിബൽ പറഞ്ഞു, അതേ ഈ പണിയൊന്നും നടക്കാൻ പോകുന്നില്ല, മജിസ്ട്രേറ്റ് കോടതിയിൽ മുതൽ തുടങ്ങും. മജിസ്ട്രേറ്റ് കോടതി മുതൽ തുടങ്ങി എല്ലാ ലീഗൽ സ്റ്റെപ്പും കഴിഞ്ഞ് സിദ്ദിഖാപ്പന് ജാമ്യം കിട്ടി. എവിടെ പോയി നിങ്ങളുടെ KUWJയുടെ മസിൽ പവർ?
ഐ വാസ് ചാലഞ്ച്, ഐ വാസ് ഫിസിക്കലി ചാലഞ്ച്. അതിനകത്തൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം. പക്ഷേ എന്ന് പറഞ്ഞ് കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ ഏക സംഘടനയായ KUWJ മൊത്തത്തിൽ അങ്ങനെ ആക്ഷേപിക്കാൻ പാടില്ല. മൊത്തത്തിൽ ഞാൻ ആക്ഷേപിക്കുന്നത് യുവർ സൈലൻസ് ഈസ് ഡേഞ്ചറസ്. എപ്പോഴും മനസ്സിലാക്കുക, ഇറ്റ് ഈസ് നോട്ട് ദ വയലൻസ് ഓഫ് ദ മൈനോറിറ്റി, ഇറ്റ് ഈസ് ദ സൈലൻസ് ഓഫ് ദ മെജോറിറ്റി വിച്ച് ഈസ് ത്രെട്ടനിങ്. നിങ്ങൾ മിണ്ടാതിരിക്കുന്നു. ഞാനിതൊക്കെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് നേതാക്കന്മാരോട്. മിണ്ടാതിരിക്കുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട്. ഞാൻ അവരുടെ പേര് പറയാത്തത് അതുപോലും അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. മനുഷ്യർ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഈ തെമ്മാടിത്തരം മുഴുവൻ നടക്കുന്നുണ്ട്. ഇത് കേരള ഹൗസിൽ KUWJക്ക് അനധികൃതമായിട്ട് ഒരു മുറി കൊടുക്കുക, ആ മുറി ഒരു പ്രത്യേക ചാനൽ കയ്യേറുക, അതന്വേഷിച്ചൊരു റിപ്പോർട്ട് എഴുതുക, ആ റിപ്പോർട്ടിൽ എഴുതിയ ആൾക്കാരുടെ പേര് ഞാൻ വിളിച്ച് പറയുക, ഇതെല്ലാം സംഭവിച്ചു വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴും ഒരു ഇതും കാണുന്നില്ല, ഒരു വ്യത്യാസവും കാണുന്നില്ല. കട്ടിട്ടും കള്ളൻ മുമ്പോട്ട് എന്ന് പറയുന്ന പോലത്തെ ഒരു ഏർപ്പാടാണ് KUWJയുടെ തലപ്പത്തിരിക്കുന്നവർ കാണിക്കുന്നത്. അത് നിശബ്ദമായിട്ട് സുനിലിനെ പോലെയുള്ളവർ നോക്കി നിൽക്കുകയാണെങ്കിൽ ആ നോക്കി നിൽപ്പ് അതിഭീകരമാണ്. അതാണ് എന്നെ ഭയപ്പെടുത്തുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. സമൂഹത്തിലെ ഒരുപാട് സംഘടനകളെ പോലൊരു സംഘടന മാത്രമാണ് KUWJ. ചിലപ്പോൾ പെശകൾ പറ്റുന്നുണ്ടാവാം. അതുകൊണ്ട് ഈ സംഘടനയെ കുഴപ്പമാണെന്ന് പറയാൻ പാടില്ല. ഈ സാമാന്യവൽക്കരണം തന്നെ വലിയ കുഴപ്പമാണ്. സാധാരണ സംഘടന പോലെ അല്ല KUWJ. പത്രധർമ്മം എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് നമ്മുടെ AG സാപ്പീസിൻ്റെ മതിലിൻ്റെ അവിടെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ. ഭയകൗടില്യ ലോഭങ്ങൾ വളർത്തില്ലൊരു നാടിനെ. ഇതൊക്കെ പത്രധർമ്മത്തിൻ്റെ അടിസ്ഥാനമായിട്ടാണ് കൊണ്ടാടുന്നത്. അങ്ങനെയാണല്ലോ അപ്പുറത്ത് കേസരി ബിൽഡിംഗ് വന്നത്. കേസരി എന്നാണല്ലോ അതിന് സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസർ. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്ര പ്രിൻസിപ്പിൾസ്, വെരി ഹൈ പ്രിൻസിപ്പിൾസ് അപ്ഹോൾഡ് ചെയ്യേണ്ട സംഘടനയാണ് KUWJ. അതല്ല ഞങ്ങൾ CITU പോലെ കർഷക തൊഴിലാളികളെ പോലെ ഞങ്ങളൊരു സംഘടനയാണ്, അവർ തെമ്മാടിത്തരം കാണിക്കും, ഞങ്ങളും തെമ്മാടിത്തരം കാണിക്കും. ഇതാണ് നിങ്ങളുടെ സ്റ്റാറ്റസ് എങ്കിൽ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ പയ്യൻ, അതിൻ്റെ പ്രതിനിധിയാണ് ഈ പയ്യൻ. ഏതായാലും KUWJക്കെതിരെയുള്ള ആക്ഷേപങ്ങൾ KUWJ പരിശോധിക്കും, തിരുത്തേണ്ടത് തിരുത്തുകയും ചെയ്യും. ഒരു ചുക്കും ചെയ്യില്ല, പോയി പണി നോക്കാൻ പറഞ്ഞവർ. ഐ ഹാവ് സീൻ ഞാനിതൊക്കെ പേഴ്സണലി ആൾക്കാരോട് സംസാരിക്കുന്ന പത്രപ്രവർത്തകരിൽ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്, അതിൽ കൂടുതൽ ശത്രുക്കളുമുണ്ട്. ഞാൻ തുറന്ന് പറയുന്നതുകൊണ്ട് ദേ ആർ നോട്ട് ഗോയിങ് ടു ഡു എനിത്തിങ്. ആൻഡ് നിങ്ങളെപ്പോലുള്ളവർ നിശബ്ദരായിട്ട് തന്നെ തുടരും. കാരണം ശബ്ദിച്ചാൽ നിങ്ങൾ അതുകൊണ്ട് ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളൊന്നും അല്ല. നമുക്കിപ്പോൾ ഒരുപാട് അതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു, ആക്റ്റീവായിരുന്ന കാലമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അതിനകത്ത് നിൽക്കുന്നു, നമ്മുടെ സംഘടനയാണ് നിൽക്കുന്നു. പിഴച്ചുകളുണ്ടെങ്കിൽ തിരുത്തും, അങ്ങനെ മുന്നോട്ട് പോകും. മാത്രമല്ല അതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ പെൻഷൻ കിട്ടും. KUWJ വേണമെന്നൊന്നുമില്ല പെൻഷൻ കിട്ടാൻ. ഇല്ല, സ്വതന്ത്രമായിട്ട്. അങ്ങനെയാണെങ്കിൽ സ്വതന്ത്രമായിട്ട് നിൽക്കാത്തത് എന്താ? ഞാൻ ഇവരെ വെല്ലുവിളിച്ച ഏക പത്രപ്രവർത്തകനെ ഞാൻ കണ്ടത് വിനു വി ജോണാണ്. വിനു വി ജോൺ വെല്ലുവിളിച്ചു. വിനു വി ജോണിനെ പ്രസ് ക്ലബ്ബിൽ നിന്ന് പുറത്താക്കി. ആക്കിക്കോടാന്ന് അങ്ങേരും പറഞ്ഞു. ഇതല്ലാതെ ഒരു മനുഷ്യൻ നാളിതുവരെ ഇതേപ്പറ്റി പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞവരെ മീഡിയയിൽ കാണാനും പറ്റില്ല. ഒറ്റത്തവണ നിങ്ങൾക്ക് പറയാനൊന്നുമില്ല. പത്രപ്രവർത്തക യൂണിയനിലെതിരെ പറഞ്ഞാൽ ആളുകൾ ഒതുക്കുന്നു എന്നൊക്കെ പറയുന്നത് ശരിയൊന്നുമല്ല. ആളുകൾ മാറി നിൽക്കുന്നത് സ്വമേധയാ മാറി നിൽക്കും. ഞാനൊക്കെ പ്രസ് ക്ലബ് പൊളിറ്റിക്സ് ഒക്കെ വിട്ടിട്ട് ഒരു 10-15 വർഷമെങ്കിലായി. സമയമില്ലാത്തതുകൊണ്ട് ശരി പോട്ടെ, അത് ആ ഡിബേറ്റ് നമ്മൾ വല്ലാത്ത വഴിക്ക് പോകുന്നു. ഇതിനായിട്ട് നമുക്ക് വേറൊരു ദിവസം ഇരിക്കാം. ഏതായാലും എനിക്ക് അഭിപ്രായത്തിൽ TG പറയുന്നതിൽ ചിലപ്പോൾ കരമ്പോൾ ഉണ്ടായിരിക്കാം. പക്ഷെ അതുകൊണ്ട് സംഘടന ആകെ മോശമാണ് എന്ന് പറയുന്നതിലാണ് എനിക്ക് അഭിപ്രായ വ്യത്യാസം. ഈ സംഘടന ആകെ മോശം എന്ന് മനുഷ്യർ സാധാരണ പറയുന്നത് എന്താ? സംഘടനയിലെ വിസിബിളായിട്ടുള്ള ആൾക്കാർ, തലപ്പത്തുള്ള ആൾക്കാർ, അവരുടെ പ്രവൃത്തി നോക്കിയിട്ടാണ് സംഘടനയാകെ മോശം ആയത് പോക്ക് കേസാണ്. അല്ലാതെ സംഘടനയിലെ ഓരോ ആളിനെയും എത്ര മെമ്പർമാരുണ്ട്? ഇതിൽ 14,000 പേരില്ലേ? പിന്നെ ഇവരെയൊക്കെ വിളിച്ച് ഓരോരുത്തരുടെയും സ്വഭാവം നോക്കിയിട്ട് ഒരു അഭിപ്രായം പറയാൻ പറ്റുമോ? ദോസ് ഹു ആർ വിസിബിൾ, ദോസ് ഹു ആർ ദ ലീഡേഴ്സ്, അവരുടെ പ്രവൃത്തി നോക്കിയിട്ടാണ് ഈ സംഘടന പോക്കാടാ വിട്ടോ എന്ന ആൾക്കാർ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ്. അത് എൻ്റെ സംഘടനയാണെങ്കിലും സുനിലിൻ്റെ സംഘടനയാണെങ്കിലും. അതെ അതെ, അതേതായാലും അതല്ലാതെ അടച്ചാക്ഷേപിക്കരുതെന്ന് പറഞ്ഞ് ഞാൻ തുറന്ന് ആക്ഷേപിക്കുന്ന അഭിപ്രായമുള്ളവരുണ്ട്, അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ട്. അത് അഭിപ്രായ വ്യത്യാസമുള്ളവർ പുറത്തു പോകുമെന്ന്. അഭിപ്രായ വ്യത്യാസമുള്ളവർ പറയാത്തത് എന്താ? പറഞ്ഞാൽ അവർ പുറത്ത് ഒരുപാട് ഉപദ്രവങ്ങളുണ്ടാകും. അങ്ങനെയൊന്നുമില്ല ഉണ്ട്. ഞാൻ പറയട്ടെ, ഇപ്പോഴും പൂഴ്ത്തി വയ്ക്കപ്പെട്ട എത്ര സ്ത്രീകളുടെ കംപ്ലൈൻ്റ് ഉണ്ട് മീഡിയയിൽ? എനിക്കറിയില്ല. എനിക്കറിയാം. അതിൻ്റെ ലിസ്റ്റുമായിട്ട് ഞാൻ വരാം ഒരു ദിവസം.
അതാ ഞാൻ പറഞ്ഞത്. ശരി, ഇപ്പോൾ ഞാൻ ഇത്രയൊന്നും ഏതായാലും നമ്മൾ പറഞ്ഞത് സുരേഷ് ഗോപിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്. സുരേഷ് ഗോപി ഇപ്പോഴും ചില ആളുകളുടെ വലിയ ശത്രുവാണ്. വാട്ട് ക്യാൻ യു ഡു? ആൾ വലുതായി കഴിയുമ്പോൾ ശത്രുക്കളുടെ എണ്ണവും വലിപ്പവും കൂടും. മോദിയുടെ അത്രയും ശത്രുക്കളൊന്നും സുരേഷ് ഗോപിക്കില്ലല്ലോ. ഇല്ല. എനിക്ക് കേരളത്തിൽ മോദിയെക്കാളും ശത്രുത സുരേഷ് ഗോപിയുടെ ആണെന്ന് തോന്നുന്നു. ചെറിയ മനുഷ്യർക്ക് ചെറിയ ശത്രുക്കൾ, വലിയ മനുഷ്യർക്ക് വലിയ ശത്രുക്കൾ. എനിക്കും സുനിലിനുമൊക്കെ ശത്രുക്കളില്ലേ? ഇഷ്ടം പോലെ. നമ്മൾ ഈ സംസാരിക്കുന്നതിന് ഒരുപാട് പേരിൽ ശത്രുതയുണ്ടാകും. അതെ അതെ, ഇത് കഴിയുമ്പോൾ ശത്രുക്കളുടെ എണ്ണം കൂടും. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? നമ്മുടെ ചെറിയ മനുഷ്യരാണ് ചെറിയ ശത്രുക്കൾ, ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. അവർ വലിയ ആൾക്കാരാണ് വലിയ ശത്രുക്കൾ. ഏതായാലും ഞാൻ ഈ KUWJ വന്നത് ഈ പത്രപ്രവർത്തക യൂണിയൻ ഒരു ഡിഗ്നിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിൻ്റെ ഒരു മെമ്പർ ഇങ്ങനെ പെരുമാറുമ്പോൾ അയാളെ ശാസിക്കാനെങ്കിലും യൂണിയൻ തയ്യാറാവണം എന്ന അഭിപ്രായം എനിക്കുണ്ട്. സോറി, പത്രപ്രവർത്തക യൂണിയന് ഡിഗ്നിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടെന്ന് പറയും. ഞാനും വിയോജിക്കുന്നു. അതില്ല അവർക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.